വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ MSJ മാത്തമാറ്റിക്സ്. UG തേർഡ് സെമ്മിലെ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ്. നമ്മൾ ഒരു പെയർ പാരാമെട്രിക് ഇക്വേഷൻസ് ആയിട്ടുള്ള x=f(t)യും y=g(t) എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കതിന് ടിക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ആ കർവ് ടിക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് ഗ്രാഫ് പോകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു കർവിൻ്റെ ഓറിയൻറ്റേഷനെയാണ് നമ്മൾ ഗ്രാഫ് ഓഫ് പാരാമെട്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ പാരാമെട്രിക് കർവ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 2 ഡയമെൻഷനിലാണ് പറയുന്നതെങ്കിൽ 3 ഡയമെൻഷനിൽ വരുമ്പോൾ x=f(t), y=g(t), z=h(t) എന്ന് പറയുന്ന 3 ഇക്വേഷൻസ് കാണും. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഒരു ഗ്രാഫ് വരച്ചതിന് ശേഷം ടിക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ വിത്ത് റെസ്പെക്റ്റ് ടു ഇൻക്രീസിങ് പാരാമീറ്റർ t നമുക്ക് കിട്ടും. ഇതിൻ്റെ ഗ്രാഫിനെ നമ്മൾ പാരാമെട്രിക് കർവ് എന്ന് പറയും, അല്ലെങ്കിൽ ആ ഒരു ഓറിയൻറ്റേഷന് നമ്മൾ ഗ്രാഫ് ഓഫ് പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയും. അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ പാരാമെട്രിക് ഇക്വേഷൻ x=1 - t, y=3t, z=2t ഇതെന്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമുക്കറിയാം x=1 - t, y=3t, z=2t എന്ന് പറയുന്നത് ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ആ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 1, 0, 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യും. ഇതിൻ്റെ ഡയറക്ഷൻ വെക്ടർ എന്ന് പറയുന്നത് -1, 3, 2 ആയിരിക്കും. അപ്പോൾ ദിസ് പാരാമെട്രിക് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, 0, 0 ആൻഡ് ഈസ് പാരലൽ ടു ദ വെക്ടർ -1, 3, 2 അല്ലെങ്കിൽ വിത്ത് ഡയറക്ഷൻ വെക്ടർ -1, 3, 2 എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പാരാമെട്രിക് കർവ് റെപ്രസെൻറ്റേറ്റഡ് ബൈ ദ ഇക്വേഷൻ x=a cos t, y=a sin t ആൻഡ് z=ct. അപ്പോൾ നമുക്ക് x=a cos t എന്ന് തന്നിട്ടുണ്ട്, y=a sin t എന്ന് തന്നിട്ടുണ്ട്. x² എടുക്കുകയാണെങ്കിൽ നമുക്ക് a² cos² t എന്നും y² കൺസിഡർ ചെയ്യുകയാണെങ്കിൽ a² sin² t എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് x² + y² = a² എന്ന് പറയുന്ന ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ ആ സർക്കിളിന് z ആക്സിസിൽ ഒരു വാല്യൂ തന്നിട്ടുണ്ട് ct, അതായത് c എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ആ ഒരു സർക്കിൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. അങ്ങനെയെങ്കിൽ ഇത് 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു സർക്കുലാർ ഹെലിക്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ആ സർക്കുലാർ ഹെലിക്സിന് നമുക്ക് റൈറ്റ് സർക്കുലാർ സിലിണ്ടർ എന്നും പറയാം. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് a ആയിരിക്കും. അതായത് XY പ്ലെയിനിൽ ഒരു സർക്കിള് z ആക്സിസിലോട്ട് പോകുമ്പോൾ c എന്ന് പറയുന്ന ഹൈറ്റിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ആദ്യം കിട്ടിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് a ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.